ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് ടാർഗറ്റുകളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് മാർക്കറ്റ് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ട്രേഡുകൾ എങ്ങനെ ആക്ട് ചെയ്തേക്കണം നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഞാൻ ഒന്ന് കൊടുത്തേക്കുന്നത് ഇന്നലെ കൊടുത്തിട്ടുണ്ട്, ശനിയാഴ്ച കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ബാങ്ക് നിഫ്റ്റി ലെവൽസ്. ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്, ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ ലെവൽസ്. ഈ ലെവലിൽ ഞാൻ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ട് ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അവർക്ക് സ്പോട്ട് ചാർട്ട് നോക്കിയിട്ട് ഈസിയായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെവൽസ് കൊടുക്കുന്നത്. നമുക്ക് ഈ ലെവൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കിയേക്കാം. അപ്പോൾ നിഫ്റ്റിയിലേക്ക് പോകാം. നിങ്ങൾക്ക് കാണാം, ഇതാണ് നിഫ്റ്റിയിലത്തെ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ലെവൽസ് ഇതിലെങ്ങനെയാണ് വർക്ക് ചെയ്തതാണ്, നമ്മുടെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് വർക്ക് ആവണം, അതാണ് ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നത് കേട്ടോ. കറക്റ്റായിട്ട് കാണാം. ഇപ്പോൾ ഫസ്റ്റ് മിനിറ്റ് നല്ല ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ലെവലിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്ത്, അതായത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രിയെ പിന്നെ ഡയറക്റ്റ് എൻട്രി ഉള്ളൂ, പിന്നെ ഡയറക്റ്റ് എൻട്രി ഒരു എൻട്രി ഉള്ളൂ. അതെങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്ത ശേഷം പ്രൈസ് മുകളിൽ പോയിട്ട് ഇവിടെ റിജക്റ്റ് ആക്കിയിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഡയറക്റ്റ് എൻട്രി എടുക്കുക. അതാണ് നമ്മുടെ ഡയറക്റ്റ് എൻട്രി. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ, ഇവിടെ ഒരു അപ്പോൾ ഇത് പിന്നെ മുകളിൽ പോയിട്ട് അടിയിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ക്രോസ് ചെയ്ത് നമ്മുടെ ലൈൻ. ഈ ക്രോസ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് പ്രോപ്പർ പ്രൈസ് ആക്ഷൻ ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. ക്രോസ് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് പ്രൈസ് ആക്ഷൻ വേണം. അതായത് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു എൻട്രി എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് മനസ്സിലാക്കിയേക്കുക, അങ്ങനത്തെ ഒരു എൻട്രി ഇല്ല. പിന്നെ ക്രോസ് ചെയ്ത ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യണം എൻട്രിയിലേക്ക്. ക്രോസ് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആവണം. എന്നാലാണ് മുകളിലേക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷനാണ് അവർ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതായത് ഈ ലെവലിൽ നിന്ന് പ്രൈസ് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആവണം. അതായത് ഇവിടെ വേണ്ട, ഇവിടെ പോയിട്ട് പ്രൈസ് അടിയിൽ പോകും. അടിയിൽ പോയ ശേഷം പ്രൈസ് എന്ത് ചെയ്തു, പിന്നെയും മുകളിൽ പോയിട്ട് ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് എൻട്രി പോയിൻറ്റ് മെയിനായിട്ട്. ഈ എൻട്രി പോയിൻറ്റിൽ എൻട്രി എടുക്കുക. പിന്നൊക്കെ നിഫ്റ്റിയുടെ കയ്യിലെ കാര്യങ്ങൾ. ചാർട്ടിൽ എൻട്രി വന്നു, പ്രൈസ് നമുക്ക് കാണിച്ചു തന്നത് ഇങ്ങനെയാണ് എൻട്രി. പിന്നെ എൻട്രി എടുക്കുക, വെയിറ്റ് ചെയ്യുക. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വെയിറ്റ് ചെയ്യുക, ടാർഗറ്റ് അടിക്കുക. അതാണ് സംഭവം. എൻ്റെ ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം എത്രത്തോളം ടാർഗറ്റ് വന്നു നോക്കാം. ഇവിടെ ഡയറക്റ്റായിട്ട് എൻട്രി എടുത്തേക്കുക ആ ലെവലിലേക്ക് വരുമ്പോൾ. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ 10 പോയിൻ്റാണ് എസ് എൽ വന്നത്. നമുക്ക് സ്പോട്ട് ചാർട്ടിൽ എത്ര രൂപ എസ് എൽ വന്നതാണ്? 12 രൂപയുടെ അടുത്തേക്ക് വന്നതാണ്. നമ്മൾ 10 രൂപ നിഫ്റ്റിയിൽ എസ് എൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 20 രൂപ എസ് എൽ ഇട്ട് വയ്ക്കാം. കറക്റ്റായിട്ട് കാണാം കേട്ടോ. 20 രൂപയുടെ എസ് എൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് കഥ കഴിഞ്ഞ ശേഷം സംസാരിക്കുന്നതല്ല, ഞാൻ കഥ തുടങ്ങുന്നതിൻ്റെ മുമ്പേ ലെവൽസ് തന്നിട്ടുണ്ട്, എന്നിട്ടാണ് ഈ വർത്തമാനം പറയണത്. ഇവിടെ കഥ കഴിഞ്ഞിട്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് വർക്കാവണത്. എന്നിട്ട് നമുക്ക് 68 പോയിൻ്റ് പോയിട്ടുണ്ട്. നമുക്കൊരു 50 പോയിൻ്റ് കിട്ടിയാൽ മതി. ഈ 50 പോയിൻ്റ് കിട്ടുമ്പോൾ നിങ്ങളവിടെ ഇറങ്ങിക്കോളൂ. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഈസിയായിട്ട് ടാർഗറ്റ് അടിക്കുക, ഇറങ്ങുക. സ്പോട്ട് ചാർട്ട് പ്രകാരം ട്രേഡ് കിട്ടിയിട്ടുണ്ടെന്ന്. സ്പോട്ട് ചാർട്ട് പ്രകാരം ട്രേഡ് എടുക്കുന്നവർക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയതുകൊണ്ട് ട്രേഡ് കിട്ടിയിട്ടുണ്ട്, അടിപൊളി പ്രോഫിറ്റിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ പിന്നെയും നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ പിന്നെയും പ്രൈസ് ഡൗണിലേക്ക് പോയി. പിന്നെയും ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആവണം, എന്നാലുള്ളൂ എൻട്രി. ഒരു പ്രൈസ് ആക്ഷൻ പ്രോപ്പർലി ക്രിയേറ്റ് ആയിട്ടില്ല, ക്രിയേറ്റ് ആവണുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യണം അവിടെ ക്ലോസ് ചെയ്യാനടുത്ത്. ഇനി ബാങ്ക് നിഫ്റ്റി. പിന്നെ ആ ലെവൽസിലൊക്കെ സെല്ലേഴ്സ് റേഷൻ വേണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവലിൻ്റെ അടിയിൽ ഓപ്പൺ ചെയ്ത് അടിയിൽ തന്നെ ക്ലോസ് ചെയ്തു. ഈ സമയത്ത് നമുക്ക് എൻട്രി ഉണ്ട്. ഡയറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞ സംഭവമാണ് ഈ സമയത്ത്. ഇതിൽ നമുക്ക് ഡയറക്റ്റ് എൻട്രിയാണ്. ഇവിടെ ലെവൽസിൽ ക്ലോസ് ചെയ്ത ശേഷം ഇവിടെ ഡയറക്റ്റ് ക്ലോസ് ചെയ്ത ശേഷം ഒരു സെല്ലേഴ്സ് റേഷൻ കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രി എടുക്കുക. മനസ്സിലായില്ലേ? ഈ ഡയറക്റ്റ് എൻട്രി എടുക്കാം, ഒരു പ്രശ്നമില്ല. ഗംഭീര പ്രോഫിറ്റിക്കൊന്നും ഇരിക്കരുത് ആ ടൈമിൽ. ഇവിടെ സെല്ലേഴ്സ് റേഷൻ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഈ പൊസിഷനിൽ സെല്ലേഴ്സ് റേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ആ 98 പോയിൻ്റ് ടാർഗറ്റ് ഉണ്ട് അവിടെ. ഫുള്ളായിട്ട് അടിച്ചിട്ടില്ല, അതിൽ 98 പോയിൻ്റ് ഉണ്ട്. ഇത് ഈസി ആയിട്ട് നമുക്കൊരു 40 പോയിൻ്റ് എസ് എൽ ഇട്ടിട്ട് സുഖമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഇവിടെ. അതൊരു ടാർഗറ്റ് തന്നെയാണ്. 98 പോയിൻ്റ് എളുപ്പമല്ല, ഈസി അല്ലല്ലോ. അതൊരു ടാർഗറ്റാണ്. ഇനി തിരിച്ചു വരുന്ന നേരത്തും എൻട്രി ഉണ്ട്. ഇപ്പോൾ മുകളിൽ ക്ലോസ് ചെയ്ത ശേഷം അതിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആവണം, എന്നാലേ ഉള്ളൂ കാര്യം. ഇവിടെ എത്തിയ ശേഷം ഒരു റിജക്ഷൻ കിട്ടണം. റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. റിജക്ഷൻ കിട്ടിയ ശേഷം സെല്ലേഴ്സിനെ കാണണം.
അതായത് ഈ പ്രൈസ് ആയി ക്രിയേറ്റ് ആവുന്ന സമയത്ത് അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെല്ലേഴ്സ് റിജക്ഷനൊക്കെ ഉണ്ട്. ഈ സെല്ലേഴ്സ് റിജക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഡയറക്റ്റ്ലി എൻ്റെ എടുക്കുക, ടാർഗറ്റിലേക്ക് ഇരിക്കുക. മനസ്സിലായോ? അത്രയുള്ള എൻ്റെ അടുത്ത പരിപാടി. കറക്റ്റ് നമ്മുടെ ലെവലിൻ്റെ മുകളിലല്ല ഈ സെല്ലേഴ്സ് സ്കാനിൽ വന്നത് നോക്ക്. ഈ സെല്ലേഴ്സ് സ്കാനിൽ കാണുമ്പോൾ സ്പോട്ട് ചാർട്ട് പ്രകാരം പിന്നെ നിങ്ങൾ കറക്റ്റ് ബഫർ പ്രൈസ് ഇട്ട് ട്രേഡ് എടുത്തോ. ലിമിറ്റോടൊന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ, സ്പോട്ടിൽ ലിമിറ്റ് ഇല്ല. കറക്റ്റ് സ്ട്രൈക്കിൽ പോയിട്ട് ട്രേഡ് എടുക്കുക സ്പോട്ടിൻ്റെ ഉള്ളിൽ. അങ്ങനെ എടുത്തവർക്കാണെങ്കിലും വെറുതെ ആ ലെവലിൻ്റെ മുകളിൽ കയറിയിട്ട് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് അങ്ങനെ നോക്കണവർക്കാണെങ്കിലും അടിപൊളി ട്രേഡ് 150 പോയിൻറ്റ് മൂവ്മെൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. നിഫ്റ്റി സ്ട്രൈക്കൊക്കെ ദൃശ്യമാണെങ്കിലും സ്പോട്ടിൽ അടിപൊളി ഓപ്പർച്യൂണിറ്റി ബാങ്കിൽ നിഫ്റ്റിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. ടെലിഗ്രാമിൽ ഞാൻ ഒരു 8 സ്ട്രൈക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 24,600 നിഫ്റ്റി 24,700 നിഫ്റ്റി 24,600 നിഫ്റ്റി 24,700 ബാങ്ക് നിഫ്റ്റി ഞാൻ പറയണില്ല. ബാങ്ക് നിഫ്റ്റി ഒന്നും ആക്ടിവേറ്റ് ആയിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ആക്ടിവേറ്റ് ആയിട്ടില്ല. നമുക്ക് നിഫ്റ്റിയിൽ മാത്രമേ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിന്ന് ടോട്ടൽ 5 ട്രേഡ് ഉണ്ടായിരുന്നു. അതിൽ 4 ടാർഗറ്റല്ല, 4 1:3 ഒരു SL വന്നാണ് തന്നെ. നമുക്ക് ടുഡേ 5 ട്രേഡ് നിഫ്റ്റി, 4 പ്രോഫിറ്റ്, 1 ലോസ്. ടോട്ടൽ 120 പോയിൻറ്റ്സ് പ്രോഫിറ്റ് മാത്രം വന്നിട്ടുണ്ട്, 10 പോയിൻറ്റ്സ് ലോസും വന്നിട്ടുണ്ട്. ഓവറോൾ 110 പോയിൻറ്റ്സിൻ്റെ മുകളിൽ പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നിഫ്റ്റിയിൽ. ആ നിഫ്റ്റിയിലത്തെ സ്ട്രൈക്കിലേക്ക് പോയി നോക്കാം. നിഫ്റ്റിയിൽ ആകെ 4 സ്ട്രൈക്കുള്ളൂ. സിയും ബിയും കൂടിയിട്ട് 4 എണ്ണം. 24,700 ഞാൻ പറഞ്ഞ ബൈ ചെയ്യാൻ പറഞ്ഞ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 123.05 ബൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ ലെവലിലേക്ക് വരുന്ന നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ തിരിച്ച് വരുന്ന ലെവലാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സെല്ലേഴ്സ് റിജക്ഷനാണ് വേണ്ടത്. സെല്ലേഴ്സ് റിജക്ഷൻ വന്നാലുള്ളൂ എൻട്രി. മനസ്സിലായില്ലേ? സെല്ലേഴ്സ് റിജക്ഷൻ വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ സെല്ലേഴ്സ് റിജക്ഷൻ ഇവിടെയാണ് വന്നത് 131. നമ്മൾ മേടിക്കാൻ വേണ്ടി 123. അപ്പോൾ വ്യത്യാസം വലുതാണ്, ഹ്യൂജാണ്. നമുക്ക് SL ഇടുകയാണെങ്കിൽ ഈസി ആയിട്ട് അടിച്ചു പോകുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് അവിടെ വന്നത്. അപ്പോൾ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. നമുക്ക് എപ്പോഴും ഒരു നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞ പ്രൈസിന് ഒരു 2 രൂപ 3 രൂപ 2 അല്ലെങ്കിൽ 3 രൂപയുടെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഡയറക്റ്റ് എൻട്രിയിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡറിൽ തന്നെ ഇട്ട് ട്രേഡ് ചെയ്തോ, ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഇത് ഇത്രയും ദൂരത്ത് പോയി മേടിക്കുമ്പോൾ SLലേക്ക് പോയി വളരെ എളുപ്പമാകും. അതായത് നിഫ്റ്റി പുഷ് ചെയ്ത് മുകളിലേക്ക് എത്തി, പിന്നെ അവിടെ ഒരു പെട്ടെന്ന് ചാടി കയറി ഇടേണ്ട ആവശ്യങ്ങളില്ല അതിൻ്റെ ഉള്ളൊന്നും. നമ്മുടെ ഞാൻ പറഞ്ഞ ലെവലിൻ്റെ മുകളിൽ ഒരു ലെവലിലൊക്കെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 121 മേടിക്കാൻ പറഞ്ഞു, ഒരു 126-ലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി സെല്ലേഴ്സ് ലോസ് ശേഷം ഡയറക്റ്റ്ലി എൻട്രി എടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? കറക്റ്റ് ലിമിറ്റ് ഓർഡർ ഇട്ട് തന്നവർക്കൊക്കെ 30 പോയിൻ്റാണ് 1:3 അവിടെ അച്ചീവ് ആയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. നമുക്കൊന്ന് ഫുൾ ടാർഗറ്റുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 30 പോയിൻ്റ് കഥ മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ലെവലിൽ SL അടിച്ച് പോവുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പോണ ലെവലുകളാണ്. SL അടിച്ചില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ടാർഗറ്റ് അവിടെ അച്ചീവ് ചെയ്യും. പിന്നെ നമുക്ക് കാണാം ഇത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് SLലേക്ക് വന്നേക്കുന്നത് തന്നെ. ഇത് ഓരോ മിനിറ്റിൻ്റെ കയ്യിലാണ്, പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടാണ് SLലേക്ക് വന്നേക്കുന്നത്. അത്രയും പവർഫുള്ളായിട്ടുള്ള ലെവലുകളാണ്. സെല്ലേഴ്സ് സെല്ല് ചെയ്യണ ലെവലുകളാണത്. ഓപ്ഷൻസ് സെല്ലേഴ്സ് സെല്ല് ചെയ്യണ ലെവലുകൾ, റേറ്റ് ചെയ്യണ ലെവലുകളിലാണ് നമ്മുടെ എൻട്രികൾ വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രീസാണ് ഫുള്ളും. ഇനി അടുത്തത് നോക്കി നോക്കാം. 24,600 നമുക്ക് അടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഈ നേരത്തെ സിനാരിയോ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് നിന്നാലാണ്, അല്ലെങ്കിൽ പിന്നെ കുറച്ചെങ്കിലും തൊട്ടടുത്ത് നിന്നാലാണ് നമുക്ക് ട്രേഡ് ഉള്ളൂ. 160 മേടിക്കാൻ പറഞ്ഞത്, ഒരു 170 171 മേടിച്ചാലും പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാത്രം ട്രേഡ് എടുത്താൽ മതി. എന്നാലുള്ളൂ നമ്മൾ പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക്. ഇതും അത്യാവശ്യം 39 പോയിൻ്റ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1:4 ആണ് ഇതിൽ അച്ചീവ് ആയിരിക്കുന്നത്. 40 പോയിൻ്റ് അടുത്ത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്ട്രൈക്കിൽ. 1:5 അച്ചീവ് ആയിട്ടില്ല എന്നുള്ളൂ, 1:4 ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുന്നവർക്കാണ് ഇതൊക്കെ പ്രോഫിറ്റ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് SL വന്ന ട്രേഡാണ്. ഈ SL വന്ന ട്രേഡ് നമ്മൾ കറക്റ്റായിട്ട് നോക്കാം കേട്ടോ. 24,700 ഞാൻ മേടിക്കാൻ പറഞ്ഞ ലെവൽ കാണിച്ചു തരാം. 24,700 ഞാൻ മേടിക്കാൻ പറഞ്ഞത് 8.14. അതായത് മാർക്കറ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ഇതൊക്കെ കൊടുക്കണത് കേട്ടോ. 202.55 കേട്ടോ. നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും. 202.55 മുകളിൽ ബയ്യേഴ്സ് ലോസ് സെല്ലേഴ്സ് സ്കാനിൽ ഇവിടെ കിട്ടി. അപ്പോൾ പിന്നെ ഡയറക്റ്റ് എൻട്രി ആണത്. അത് ഞാൻ പറഞ്ഞ നേരത്തെ സെറ്റപ്പാണ്. 202 എന്ന് പറഞ്ഞാൽ 202 പ്രൈസിനെ മേടിക്കാൻ പറഞ്ഞത്. നമുക്ക് ആ ട്രേഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത് 206-നാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു പ്രൈസാണ്. 206-ന് ആക്ടിവേറ്റ് ആയതുകൊണ്ട് നമുക്ക് എടുക്കാം. ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കുന്നവർക്കും എടുക്കാം. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയാണത്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് തന്നെ SLലേക്ക് വന്നത്.
അതായത് 206 ഞാൻ 212 ഒരു 6 പോയിൻറ്റ് ടാർഗറ്റിക്ക് പോയിട്ടാണ് എസ് എൽ വന്നത്. 6 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറയണില്ല, എസ് എൽ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ലിമിറ്റ് ഓർഡർ ഇട്ടിരുന്നവർക്കാണെങ്കിലും ഇത് എസ് എൽ ആണ്. ഇപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് എൻ്റെ മുകളിൽ നിന്ന് എടുത്തവർക്കാണെങ്കിലും എസ് എൽ ആണ്. അപ്പോൾ പിന്നെ അവിടെ ട്രേഡിങ് നിർത്തരുത് മെയിനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് എൽ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇട്ടുണ്ട്. അപ്പോൾ തന്നെ പറഞ്ഞു വെയിറ്റ് ഫോർ അനദർ എൻട്രി സെയിം പ്രൈസ്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഫോർ അനദർ എൻട്രി. അപ്പോൾ അടുത്ത എൻട്രിക്ക് നിങ്ങൾ അതേ പ്രൈസ് തന്നെ വെയിറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ലെവൽസാണ് അവിടെ ടാർഗറ്റുകൾ വരും. അപ്പോൾ ടൈമിൽ അടുത്ത എൻട്രി വരുന്നത് ഇത് ഇവിടെയാണ്, അതേ പ്രൈസിൽ 209 208 മേടിക്കാൻ പറഞ്ഞ അതേ പ്രൈസിൽ 209 എൻട്രി. നിങ്ങൾ ആ എൻട്രി എടുത്തോളുക, മനസ്സിലായോ? നമുക്ക് രണ്ടാമത് എടുക്കുന്ന എൻട്രിയാണ്. അത്രയും പവർഫുള്ളായിട്ട് മൂവ്മെൻറ്റുകൾ നടക്കും അതിൻ്റെ ഉള്ളിൽ. നമുക്ക് കാണാം അത് 209 ഉള്ള എൻട്രി നമ്മൾ സഡൻലി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒറ്റ ക്യാൻഡിൽ 230 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയ പ്രോഫിറ്റാണ്. ഇത് നമുക്ക് 1:3 അച്ചീവ് ആയിട്ടുള്ള ട്രേഡാണ്. 30 പോയിൻ്റാണെങ്കിലും കിട്ടിയാണത്. നല്ലൊരു ട്രേഡായിരുന്നു അത്. നമുക്ക് പിന്നെ കാണാം കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇത്രയും ഫാസ്റ്റിൽ അടിച്ച എസ് എൽ, പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം അത്രയും നേരം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് എസ് എൽ പിന്നെ പോണത്. ഇത് എസ് എൽ അല്ല, പിന്നെ എസ് എല്ലിലേക്ക് വരുന്നത് പിന്നെ അത്രയും നേരം കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയും പവർഫുൾ ലെവൽസിലാണ് ട്രേഡിങ്. പിന്നെ ഉണ്ടായിരുന്ന ട്രേഡ് 24,600 PE-യിലാണ്. അത് 26 പോയിൻ്റാണ് ക്യാച്ച് ചെയ്ത് കാണുന്നത്. അതിൻ്റെ ട്രേഡിങ് സ്ട്രാറ്റജി നമുക്ക് നോക്കാം. നമ്മുടെ ലെവലിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ സെല്ലേഴ്സ് റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാം. ഇവിടെയൊക്കെ മുകളിലേക്ക് പോകാൻ നോക്കി, പക്ഷേ ഇവിടെ ഈ ഒരു ക്യാനിലൊക്കെ ട്രേഡ് എടുക്കാൻ പാടില്ല. ഇതൊക്കെ കറക്റ്റ് നമ്മുടെ ലെവലിൻ്റെ അടിയിൽ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ട്രേഡ് ഇല്ല. നമ്മൾ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. കണ്ടില്ലേ, ഇവിടെ ലെവലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ തന്നെ ട്രേഡ് ആക്ടിവേറ്റ് ആയി. ഞാൻ 156 മേടിക്കാൻ പറഞ്ഞു, അത് 156 കിട്ടി. സുഖമായി. അത് ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് കിട്ടുകയാണത്. പിന്നെ നമുക്ക് ബ്ലാസ്റ്റിംഗ് എൻട്രിയാണ് അത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൂ. 26 പോയിൻറ്റ് 1:3 അടുത്തൊക്കെ ഏകദേശം ആക്ടിവേറ്റ് ആയി അത്. എന്നാലും 26 പോയിൻറ്റ് കിട്ടിയായിരുന്നു നിഫ്റ്റിയിൽ. അങ്ങനെയാണ് ആ ട്രേഡ് ഉണ്ടായിരുന്നത്. ഇത്രയും ട്രേഡുകളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഇന്നൊത്തിരി വിഷയം മാർക്കറ്റായിരുന്നു, മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ അധികം കൊടുക്കാൻ തന്നില്ലേ എന്ന് വെച്ചാൽ മൂവ്മെൻറ്റുകളില്ല. പിന്നെ വെറുതെ എസ് എല്ലുകൾ മേടിച്ച് കൂട്ടിയിട്ട് കാര്യമില്ലേ, ട്രോഫി ആയിട്ട് എസ് എൽ കിട്ടിയിട്ട് എന്താ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുത്തില്ലേ. നമുക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യണമെങ്കിൽ, അതായത് എൻ്റെ ടെലിഗ്രാം ചാനൽ വളരെ തികച്ചും ഫ്രീ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഏൺ ചെയ്യാൻ സുഖമായിട്ട് ഇങ്ങനെ 30 പോയിൻറ്റ് 20 പോയിൻ്റൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം, ഫ്രീ ആണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ എനേബിൾ ചെയ്ത് വയ്ക്കുക ബെൽ ബട്ടൺ എനേബിളിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് വീഡിയോസും കാണാം, ഇനി അടുത്ത് വരുന്ന വീഡിയോസും കാണാം, എല്ലാം കാണാം. പിന്നെ നമ്മൾ ഫോറക്സ് ചെയ്യുന്നുണ്ട്. അതായത് ബിറ്റ് കോയിനിലും എത്തേറിയത്തിലും 2 കോയിൻസ് മാത്രമേ ചെയ്യണുള്ളൂ, ബിറ്റ് കോയിൻ എത്തേറിയം. അപ്പോൾ അതിൽ ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുക ടെലിഗ്രാമിൽ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി ഫോളോ ചെയ്യുക. അതിൽ ഞാൻ അപ്ഡേറ്റുകൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള കാര്യം ഇന്നത്തെ വീഡിയോ. നാളെ ഒരു അടിപൊളി ട്രേഡിംഗ് ഡേ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ടാർഗറ്റിൽ അടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ടാർഗറ്റ് കിട്ടില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട. നാളെ നമുക്ക് ടാർഗറ്റുകൾ നല്ല ദിവസമാണെങ്കിൽ നിഫ്റ്റിക്ക് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് പിടിച്ചിരിക്കും, മനസ്സിലായാലും ബാങ്ക് നിഫ്റ്റിയിലും പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേഡിംഗ് ഡേ ആവട്ടെ നാളത്തെ. അപ്പോൾ ഓക്കെ ബൈ.